ക്രിക്കറ്റ് ആരാധകർക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരാഴ്ചയായിരുന്നു. ഒന്ന്, നമുക്ക് ഒരിക്കലും വർഷങ്ങൾ കഴിഞ്ഞാലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ഓസ്ട്രേലിയയിൽ കിട്ടിയെന്ന് പറയുന്നതാണ്. മാത്രമല്ല, കേരളത്തിലുള്ള ക്രിക്കറ്റ് ആരാധകരുടെ കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു IPL ടീമിൻ്റെ ക്യാപ്റ്റനെയും കൂടെ കിട്ടുന്ന ഒരു വർത്തമാനമാണ്. ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. സോ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ തുടങ്ങുന്നു. ബട്ട് ജസ്റ്റ് നോട്ട് ദ ക്രിക്കറ്റ് ന്യൂസ്. ബാക്കി എല്ലാ സ്പോർട്ടിംഗ് വേൾഡിലെയും ഏറ്റവും എക്സൈറ്റിംഗ് വർത്തമാനങ്ങളും അനാലിസിസുമായിട്ട് സ്പോർട്സ് വീക്കെൻഡ് വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. വൺസ് അഗെയിൻ എ ഹ്യൂജ് വെൽക്കം ടു സ്പോർട്സ് വീക്കെൻഡ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ഓസ്ട്രേലിയ. ഇത്തവണ ഓസ്ട്രേലിയയിൽ നടന്ന ആ വലിയ പരമ്പര എന്ന് വെച്ചാൽ IPL പോലും ഒരു ബയോ ബബിളിൽ നിന്നതിന് ശേഷമാണ് മിക്കവാറുമുള്ള ടീമും കളിക്കാരും ഒക്കെ നേരെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. വെരി ടഫ് സീരീസ്. ഒന്ന്, കോവിഡിൻ്റെ സിറ്റുവേഷൻ, കണ്ടീഷൻസ് വെരി ഡിഫിക്കൽട്ട്. ഇന്ത്യൻ ടീമിൻ്റെ ഇഞ്ചുറി വറീസ്, അത് വേറൊരു സ്റ്റോറിയാണ്. വി ആർ ഗെറ്റിംഗ് ദെയർ. പക്ഷേ ഇത്രയുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ഒരു പരമ്പരയുടെ ഏറ്റവും അവസാനത്തെ ടെസ്റ്റ് മത്സരമല്ല, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് സെഷൻ, ലാസ്റ്റ് മണിക്കൂറായപ്പോൾ പോലും എല്ലാ രീതിയിലുമുള്ള ഒരു റിസൾട്ട് വാസ് പോസിബിൾ. ഓസ്ട്രേലിയക്ക് ജയിക്കാൻ അവസരം ഉണ്ടായിരുന്നു, ഇന്ത്യക്ക് ജയിക്കാം. ഗെയിം കുഡ് ഹാവ് ബീൻ എ ടൈ, ഡ്രോ ആവാം, ഈവൻ മഴ പോലും ഗെയിം കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്ന ഏത് രീതിയിലുമുള്ള റിസൾട്ട് പോസിബിൾ ആയിട്ടുള്ള, അത് ജസ്റ്റ് ഒരു ഗെയിമിൻ്റെ മാത്രമല്ല, ഫുൾ സീരീസിൻ്റെ തന്നെ എന്താ പറയുക, അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ത്രാസിൽ നിൽക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. അതോടുകൂടി ഒരുപക്ഷെ ടെസ്റ്റ് മത്സരത്തിൻ്റെ ഒരു ഹൈ മനസ്സിലാവാത്ത T20 കണ്ടു വളർന്ന ഒരു ജനറേഷന് പോലും എന്താണ് ആ ബോർഡർ ഗവാസ്കർ ട്രോഫി, അതിനുവേണ്ടി ഇത്രയും ഫൈറ്റ്, ഇത്രയും ഇമോഷൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഹാസ് ബീൻ എൻ എക്സിബിഷൻ ഫോർ ടെസ്റ്റ് ക്രിക്കറ്റ് ഇൻ ജനറൽ. ഇന്ത്യ ഓസ്ട്രേലിയ ഗെയിമിൻ്റെ കാര്യം മാത്രമല്ല, മൊത്തം ടെസ്റ്റ് ക്രിക്കറ്റിന്, അതായത് ഒരു സ്ഥലത്ത് ചർച്ചകളുണ്ടായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് 5 നിന്ന് 4 ദിവസത്തേക്ക് ചുരുക്കണം എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അതിൻ്റെ ആവശ്യം പാടില്ല. കാരണം എന്ത് ത്രില്ലിംഗ് ആവാൻ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് കഴിഞ്ഞ 2 മത്സരങ്ങൾ ഓഫ് ദിസ് ബോർഡർ ഗവാസ്കർ ട്രോഫി ക്യാൻ ടെൽ യു. പക്ഷേ നമുക്ക് ലെറ്റ്സ് ഡു വൺ തിങ്, നമുക്ക് അതിൻ്റെ ചരിത്രത്തിലേക്ക് പോയി വരാം. ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും കൂടെ കളിക്കുന്ന ടെസ്റ്റ് പരമ്പര റീനെയിം ചെയ്യപ്പെടുന്നത് 1996 എന്നിട്ട് ആദ്യത്തെ ഗെയിം കളിക്കുന്നത്. ഓക്കെ, 1996 ഈ ഒരു പുതിയ പേരിൽ ഒരൊറ്റ ഗെയിം മാത്രമേ കളിച്ചിട്ടുള്ളൂ. അത് ഇന്ത്യയിൽ വെച്ച് നടന്ന ഫിറോസ് കോട്ട്ല എന്ന് പറയുന്ന ഡൽഹിയിലെ മൈതാനത്ത് വെച്ചിട്ടാണ് ആ വൺ ഓഫ്, അതായത് റീബ്രാൻഡിങ് ഓഫ് ദ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഗെയിം നടക്കുന്നത്. അപ്പോൾ അലൻ ബോർഡർ ആൻഡ് സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന 2 ലെജൻഡറി കളിക്കാരുടെ പേരിലാണ് ആ ഒരു ട്രോഫി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ജസ്റ്റ് ലെജൻഡറി കളിക്കാർ മാത്രമല്ല, ടെസ്റ്റിൽ ആദ്യമായിട്ട് 10,000 റൺസ് തികയ്ക്കുന്ന 2 കളിക്കാർ കൂടിയാണ്. 2 പേര് ഫോർമർ ക്യാപ്റ്റന്മാരാണ്. എബോവ് ഓൾ, ജസ്റ്റ് അവരവരുടെ രാജ്യത്തിൻ്റെ എന്നല്ല, മൊത്തം ക്രിക്കറ്റ് എന്ന ഗെയിമിൻ്റെ ഏറ്റവും വലിയ പേരുകളിൽ 2 അത്രയും വലിയ ലെജൻഡറി പേരാണ് സുനിൽ ഗവാസ്കർ ആൻഡ് ആലൻ ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫി ആദ്യമായിട്ട് നടക്കുമ്പോൾ ഡൽഹിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗെയിമിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ചില കോയിൻസിഡൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ടീമിൻ്റെ ബാറ്റിംഗ് കോച്ചായ വിക്രം റാത്തോഡും നയൻ മോംഗിയ എന്ന വിക്കറ്റ് കീപ്പർ, 2 പേരും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാരായിരുന്നു, വിച്ച് വാസ് എ റെയറിറ്റി ആ ഒരു സമയത്ത്. ഇന്നത്തെ പോലെ ടീമിൽ 3 കീപ്പർ ബാറ്റ്സ്മാരെന്ന് പറയുന്ന ഒരു അവസ്ഥ കാണുന്നതല്ല. അന്ന് അവർ 2 പേരും പ്ലേയിങ് ലെവലിൽ കളിക്കുന്നു, 2 പേരും കൂടെ ഓപ്പൺ ചെയ്യുന്നു, വിച്ച് വാസ് എഗെയിൻ നോട്ട് ഒരുപാട് നമ്മൾ കാണുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ നയൻ മോംഗിയയുടെ 152 ഫസ്റ്റ് ഇന്നിങ്സിൽ നയൻ മോംഗിയ അടിച്ച സെഞ്ചുറി, 152 റൺസ് ആയിരുന്നു ഇന്ത്യക്കൊരു ബിഗ് അഡ്വാൻറ്റേജ് ആ ഒരു ഗെയിമിൽ കൊടുത്തത്. യെസ്, അനിൽ കുംബ്ലെ 2 ഇന്നിങ്സുകളിലുമായിട്ട് 9 വിക്കറ്റ് എടുത്തു എന്നൊക്കെ പറയുന്ന ഒരു സൈഡിലുണ്ട്. പക്ഷേ നമ്മൾ ആദ്യത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി ജയിക്കുന്നു. ഓക്കെ, അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ ഈ റീബ്രാൻഡിങ്ങിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി ആയിട്ട് ഇപ്പോൾ 15, ഇപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞതുൾപ്പെടെയാണെങ്കിൽ 15 ടൂർണമെൻറ്റുകൾ നടന്നതിൽ 10 എണ്ണവും ഇന്ത്യക്ക് കിട്ടി എന്നുള്ളതാണ്. 10-5 നമ്മളത് ലീഡ് ചെയ്തു. കാരണം ഒരു തവണ ഡ്രോ ആയപ്പോഴും അതിന് മുമ്പ് നമ്മൾ ജയിച്ചത് കൊണ്ട് വി റീറ്റെയിൻ ദ ട്രോഫി. അങ്ങനെയാണ് 10-5 എന്ന രീതിയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ജയിച്ച ഒരു അഡ്വാൻറ്റേജ് ടീം ഇന്ത്യക്കുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത്തവണ ജയിച്ചതിൻ്റെ സ്റ്റോറി ഈസ് മാഗ്നിഫിസൻറ്റ്. ലെറ്റ്സ് റീവൈൻഡ് ദ ക്ലോക്ക് അഗെയിൻ. ആദ്യം നമ്മൾ ആഡ്ലേഡിൽ വെച്ച് പിങ്ക് ബോൾ ടെസ്റ്റിലേക്ക് പോകുന്നു. ആ സമയത്ത് വേൾഡ് ക്രിക്കറ്റിൽ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ എന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാരും ഈവൻ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഉള്ള ക്രിക്കറ്റേഴ്സ് വന്ന് പറഞ്ഞു ഈ മത്സരം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മൈക്കിൾ വോൺ പറഞ്ഞ പോലെ ഹൂഎവർ വിൻസ് ദി അഡ്ലൈഡ് ടെസ്റ്റ് വിൽ വൈറ്റ് വാഷ്, 4-0 ഇന്ത്യ തോക്കുമെന്നൊക്കെ പറഞ്ഞു. അതും അഡ്ലൈഡ് ടെസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഇന്നിങ്സിൽ നമ്മൾ ലാസ്റ്റ് ഡേ 3ാമത്തെ ദിവസം കളി തീരെയാണ്, വെറും 36 റൺസിന് ടീം ഇന്ത്യ ഓൾ ഔട്ട് ആവുന്നു. ബാറ്റിംഗ് മറന്നുപോയോ, ഒരുപാട് വിമർശനങ്ങൾ. അവിടെ നിന്ന്
ടീം ഇന്ത്യ തിരിച്ചു വന്നു എന്ന് പറയുന്നത് അവരുടെ മെൻ്റൽ ടഫ്നെസ്സിന് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു സല്യൂട്ടാണ്. നൗ അത് മാത്രമല്ല, ഇഞ്ചുറി വറീസ്. വിരാട് കോഹ്ലി ലീവ് എടുത്തു, പെറ്റേണൽ ലീവ് എടുത്ത് പുള്ളിക്കാരൻ ഇന്ത്യയിലേക്ക് വന്നു. ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും കരിസ്മാറ്റിക് പ്ലെയർ, ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന, നമ്മുടെ എന്താ പറയുക, ബാക്കി എതിരാളികൾക്ക് ഒരു ചക്രവ്യൂഹം തന്നെ പണിഞ്ഞിട്ട് വരേണ്ടി വരും എന്നുള്ള പ്ലാനിങ് ഒന്നും വേണ്ട. ബിക്കോസ് വിരാട് കോഹ്ലി ഈസ് നോട്ട് ദെയർ ഇൻ ദ ടീം. അവസാനം എത്തിയപ്പോഴത്തേക്കും ആദ്യത്തെ ടെസ്റ്റ് കളിച്ചതിൽ വെറും 2 പേരാണ് പ്രോപ്പർ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അഡ്ലൈഡ് ടെസ്റ്റ് തോറ്റ് ഒരു ലെവലിൽ പോലും നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് പുതിയ സ്റ്റെപ്പ് ചെയ്ത ക്യാപ്റ്റൻ, അതായത് താൽക്കാലികമായിട്ട് നമ്മുടെ വൈസ് ക്യാപ്റ്റനായിരുന്ന അജിങ്ക്യ റഹാനെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു. പുള്ളിക്കാരൻ തന്നെ ഫ്രണ്ടിൽ നിന്ന് മെൽബണിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിലെ ആ ഒരു സെഞ്ചുറി എത്ര പറഞ്ഞാലും മതിയാവില്ല. ദാറ്റ് വാസ് വൺ ബ്രില്യൻ നോക്ക് ഫ്രം അജിങ്ക്യ റഹാനെ, വെരി ഷോസ് ദാറ്റ് ഈ ടീം തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന്. അവിടെ നമ്മൾ ആ ഗെയിം ജയിക്കുന്നു, പരമ്പര 1-1 ഗെയിം നേരെ സിഡ്നിയിലേക്ക് പോകുന്നു. സിഡ്നിയിലെ ഒരു പിച്ച് എന്ന് പറയുന്നത് പിച്ച് ഡിറ്റീരിയറേറ്റ് ചെയ്യും. 5-ാമത്തെ ദിവസം ആ ബോൾ ഏത് ദിശയിൽ പിച്ച് ചെയ്ത് എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സിഡ്നി പിച്ചിൽ ഇന്ത്യക്ക് ഇഞ്ചോർഡ് ആയിട്ടുള്ള 2 കളിക്കാർ, അതായത് ഹനുമാ വിഹാരിക്ക് ഒരു ഹാമി ഇഞ്ചുറി വന്നു, അതുപോലെ തന്നെ രവിചന്ദ്രൻ അശ്വിൻ മൾട്ടിപ്പിൾ ബ്ലോസ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊണ്ടു. എന്നിട്ട് പോലും അവർ 2 പേരും വിക്കറ്റ് കളയാതെ നിന്ന് കളിച്ചത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അത്രയും ഫ്രഷ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ടീം വിചാരിച്ചാൽ എന്തും സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് വേൾഡ് ക്രിക്കറ്റിന് ഒരു പാഠമായ ടെസ്റ്റ് മത്സരമാണ്. ബട്ട് അവർ അന്നത്തെ ദിവസം നമ്മൾ സ്റ്റെം മൈക്കിൽ പിക്ക് ചെയ്ത ചില കോൺവെർസേഷൻസ് പോലും ഉണ്ട്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ടിം പെയിൻ അന്ന് ഇഞ്ചുവേർഡായിട്ട് പോലും എങ്ങനെയോ നിന്ന് രവിചന്ദ്രൻ അശ്വിൻ്റെ ഫോക്കസ് കളയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഗാബയിലേക്ക് വാ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ട് ബ്രിസ്ബണിൽ ദ ഗാബ എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ കഴിഞ്ഞ 32-33 വർഷമായിട്ട് ഓസ്ട്രേലിയ ഒരൊറ്റ ഗെയിം തോറ്റിട്ടില്ല. മാത്രമല്ല കണ്ടീഷൻസ് സൂട്ടഡ് ഫോർ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ പേസ് അറ്റാക്ക് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്, അവരുടെ ബാറ്റ്സ്മെൻ ഇൻ ഗുഡ് ഫോം. ആലോചിക്കുക, സ്റ്റീവൻ സ്മിത്ത് ആൻഡ് ലാബുഷെയ്ൻ മതി, ആൻഡ് ദേ ഹാവ് എ ഗുഡ് സപ്പോർട്ട് സിസ്റ്റം അഗെയിൻസ്റ്റ് അറൗണ്ട് ദാറ്റ്. പക്ഷേ അവരുടെ ബോളിംഗ് ആണ് അവരുടെ കീ. പാറ്റ് കമിൻസ് ദ ബെസ്റ്റ് ബോളർ ഇൻ ദ വേൾഡ്, മിച്ചൽ സ്റ്റാർക്ക്, ഹേസൽവുഡ്, പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലിയോൺ ആൻഡ് കാമറോൺ ഗ്രീൻ എന്നൊരു യങ് ഓൾറൗണ്ടർ. ദേ വേ പെർഫെക്റ്റ്ലി ഇൻ ഗുഡ് ഹെൽത്ത്. പക്ഷേ മറിച്ച് ടീം ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ അഡ്ലൈഡ് ടെസ്റ്റിൽ കളിച്ചതിൽ 2 കളിക്കാർ മാത്രമാണ് ഇന്ത്യൻ ടീമിൽ ബാക്കിയുണ്ടായിരുന്നത്. യെസ്, 3 പറയാം. കാരണം മയങ്ക് അഗർവാളിനെ ഹനുമാ വിഹാരിക്ക് ഇഞ്ചുറി ആയതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ടീമിൽ നിന്ന് പോയ അഗർവാൾ തിരിച്ചു വന്നു. ഒറിജിനൽ ടീമിൽ നിന്ന് 2 പേര് മാത്രമേ ഉണ്ടായിരുന്നു. ഒന്ന് ചേതേശ്വർ പുജാര, പിന്നൊന്ന് ക്യാപ്റ്റൻ അജിങ്ക്യ റഹാനെ. മൊത്തം ഇന്ത്യൻ പേസ് അറ്റാക്കിൻ്റെ കളക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന 4 ടെസ്റ്റ് മത്സരങ്ങൾ. ജസ്റ്റ് ഇമാജിൻ മാൻ, 2 പേർ മേക്കിംഗ് ദെയർ ഡെബ്യൂസ്. 2 വേണമെങ്കിൽ 3 പറയാം. രവിശാസ്ത്രിയുടെ വാക്കുകളാണ്. കാരണം ഷാർദുൽ ഠാക്കൂർ ഫസ്റ്റ് ഒരു ടെസ്റ്റിന് അരങ്ങേറ്റം കുറിച്ച് പുള്ളിക്കാരൻ എത്രയോ മിനിറ്റുകൾ കളിച്ചപ്പോഴത്തേക്ക് ഇഞ്ചുവേർഡ് ആയിട്ട് ദെൻ ഹി വാസ് നോട്ട് പാർട്ട് ഓഫ് ദാറ്റ്. സോ ഓൾമോസ്റ്റ് ലെറ്റ്സ് സേ ഒരു 3 ഡെബ്യൂട്ടാൻസിനെ വെച്ച് കളിച്ചു. ബട്ട് വി പുൾഡ് ഓഫ് ദി അൺതിങ്കബിൾ മാൻ. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ. എന്നും കിട്ടുന്നൊരു കാര്യമല്ല. ഇനി ഇതുപോലൊരെണ്ണം പറ്റുമോ അറിയത്തില്ല. കാരണം ഈ എല്ലാ കളിക്കാർക്കും അവരുടേതായ ഒരു സ്റ്റോറിയുണ്ട്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ബ്ലോക്ക് ബസ്റ്റർ ടെയിൽ കമ്മിങ് ടുഗദർ. ഏതോ ഒരു വലിയ സിനിമ, ഓരോവർക്കും അവർക്ക് കൈയടിക്കാനുള്ള അവസരം, അവർക്ക് ഉള്ള സീനുകൾ എന്ന് പറയുന്ന പോലെയായിരുന്നു. കാരണം നവ്ദീപ് സൈനി ഹാസ് ഹിസ് ഓൺ സ്റ്റോറി, മുഹമ്മദ് സിറാജിന് സ്വന്തമായിട്ടൊരു സ്റ്റോറി പറയാനുണ്ട്, നട്രാജിൻ്റെ സ്റ്റോറി ഈസ് ബ്രില്യൻ, അജിങ്ക്യ റഹാനെ ഹാസ് എ സ്റ്റോറി ടു സേ. അതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഇങ്ങനൊരു പരമ്പര നമ്മൾ കണ്ടിട്ടില്ല. മേ ബി വേൾഡ് ക്രിക്കറ്റ് പോലും കണ്ട ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കാര്യമല്ല, ഇത്രയും അഡ്വേഴ്സിറ്റീസ്, അതും ഇത്രയും ശക്തരായിട്ടുള്ള എതിരാളികളെ അവരുടെ തട്ടകത്തിൽ അവരുടെ ഫുൾ പേസ് അറ്റാക്കിന് നേരിട്ടുകൊണ്ട് വി ഡിഡ് ഇറ്റ്. ടീം ഇന്ത്യ അത് ജയിച്ചു എന്ന് പറയുന്നത് മാസ്മരികമാണ്. ആൻഡ് അതോടുകൂടി നമ്മൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ 1ാം സ്ഥാനത്തേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ബട്ട് അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. വി വൺ ദാറ്റ് മാച്ച്, വി വൺ ദ ബോർഡർ ഗവാസ്കർ സീരീസ് വിച്ച് ഇസ് മാജിക്കൽ. നൗബഡി ക്യാൻ ടേക്ക് ദാറ്റ് അവേ. മാത്രമല്ല ഈ ഒരു ജനറേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് ടെസ്റ്റ് മത്സരങ്ങൾ നൽകുന്ന ത്രിൽ. കാരണം 2020 ഗെയിം തന്നെ 3 മണിക്കൂറിൽ തീരും. ആ ത്രില്ലെന്ന് പറയുന്ന അരമണിക്കൂറിൻ്റെ ത്രില്ലാണ് ആരെങ്കിലും 6 അടിക്കുന്നത് കാണുമ്പോഴുള്ളത്. ബട്ട് ഇത് ആ പ്രഷർ, ആ നെർവസ്നെസ് നമ്മൾ ദിവസങ്ങളോളം ഹോൾഡ് ചെയ്ത് എന്താകുമെന്ന് അറിഞ്ഞുകൂടാത്തൊരു പ്രഷർ, ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ ഗെയിം ആൻഡ് ഇന്ത്യ ഓൺ ടോപ്പ്. ഇനി നമുക്ക് ഈ ഗെയിമിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യുന്നു. അവർ 369 റൺസ് എടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 റൺസ് വരെ അവർക്ക് എടുക്കാമെന്ന് നമുക്ക് തോന്നിയ സമയത്ത് ഇന്ത്യയുടെ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ബൗളർമാർ ചേർന്നിട്ടാണ് അങ്ങനെ ഒരു ബ്രേക്ക് ഇട്ടത്. എക്സ്പീരിയൻസ് ഇല്ലയെന്ന് വെച്ചാൽ പുതിയ ഫസ്റ്റ് ടൈം കളിക്കുന്ന ടി നട്രാജൻ 3 വിക്കറ്റ് എടുക്കുന്നു.
ഷാർദുൽ ഠാക്കൂർ 3 വിക്കറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ. ഇവർ 3 പേരും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയാണ് 369 റൺസ് എന്ന് താരതമ്യേന ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സിൽ ഗാബയിൽ വെച്ച് നടക്കുന്ന കളിയിൽ അവർ വിചാരിച്ച ഒരു സ്കോറിലേക്ക് എത്തിയില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും മാർണസ് ലാബുഷേൻ എന്ന് പറയുന്ന അവരുടെ കഴിഞ്ഞൊരു 2-3 വർഷത്തിനിടയിലുള്ള ദി ഫൈൻഡ് എന്ന് പറയാം. ഹി ഗോട്ട് എ ബ്രില്യൻ 108, ഒരു 108 റൺസിൻ്റെ ഒരു ഗംഭീര സെഞ്ചുറി. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സെഞ്ചുറി ഫ്രം മാർണസ് ലാബുഷേൻ. തിരിച്ച് ബാറ്റ് ചെയ്യാൻ ടീം ഇന്ത്യ വന്നപ്പോഴത്തേക്ക് മേ ബി ചിലപ്പോൾ റെസ്പോൺസിബിളായിട്ട് കളിക്കണമെന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ ആ ഒരു ടോപ്പ് ഓർഡറിന് അങ്ങനെ വലിയൊരു സ്കോറിലേക്ക് എത്താൻ പറ്റിയില്ല. ആ ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല. എക്സ്പോസ്ഡായി പണി കിട്ടിയെന്ന് തോന്നിയ സമയത്താണ് ആരും പ്രതീക്ഷിക്കാതെ, ഓസ്ട്രേലിയൻസ് തീരെ പ്രതീക്ഷിച്ചില്ല, ബട്ട് ടീം ഇന്ത്യയും ഫാൻസും പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഷാർദുൽ ഠാക്കൂർ ആൻഡ് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ 100 റൺസ് പ്ലസ് അവരുടെ ഒരു സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് ദാറ്റ് ചേഞ്ച് ദ ഗെയിം. കളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ഓസ്ട്രേലിയൻ പേസേഴ്സിനെ ടയർ ചെയ്ത് അവർ തളരുന്ന പോലെ ബോൾ ചെയ്യേണ്ടി വന്നു. അത്രയും സമയം അവർക്ക് പിച്ചിൽ നിന്ന് ബോൾ ചെയ്യേണ്ടി വന്നു. ദാറ്റ് ചേഞ്ച് ദ മൂഡ് ഓഫ് ദ ഗെയിം. ആ ഒരു റിയർ ഗാർഡ് നോക്ക് ഫ്രം എന്താ പറയുക, പ്രോപ്പർ ബാറ്റ്സ്മാൻമാരല്ല, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം ഓൾറൗണ്ട് പ്രോബബിലിറ്റീസ് ആയിട്ടുള്ള ഷാർദുൽ ഠാക്കൂർ ആൻഡ് വാഷിംഗ്ടൺ സുന്ദർ. അതോടുകൂടി വെറും 33 റൺസിൻ്റെ ലീഡ് മാത്രമായി ഓസ്ട്രേലിയൻ ടീമിന്. രണ്ടാമത് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും എഗെയിൻ അവരുടെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സിനെയൊക്കെ ടൈംലി ആ വിക്കറ്റുകൾ എടുത്തുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് ഇട്ടു. 294 എന്നൊരു സ്കോറിലേക്ക് ഓസ്ട്രേലിയ എത്തി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാനായിട്ട് നമുക്ക് 328 റൺസ് വേണം. ആൻഡ് ആ ഒരു സ്കോറിൽ ചിലപ്പോൾ വിജയത്തിൻ്റെ ലക്ഷ്യം ഒതുക്കാൻ തന്നെ നമ്മളെ സഹായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വാസ് ബ്രില്യൻ ബോളിംഗ് ഫ്രം ഷാർദുൽ ഠാക്കൂറിൻ്റെ 4 വിക്കറ്റും ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ഫൈഫർ 5 വിക്കറ്റുകൾ നേടിയ മുഹമ്മദ് സിറാജിൻ്റെ ആ ഒരു മൊമെൻറ്റ് വൺ ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് ദ മാച്ചാണ്. ആ ഗെയിം കഴിഞ്ഞിട്ട്, അതായത് സെക്കൻഡ് ഇന്നിങ്സ് ഓഫ് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്ത് കഴിഞ്ഞ് 5 വിക്കറ്റ് നേടി ആ മാച്ച് ബോളുമായിട്ട് ഇങ്ങനെ ക്രൗഡിനെ എല്ലാവരെയും ഹായ് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് സിറാജ് പോകുമ്പോൾ ജസ്പ്രീത് ബുംറ ഹു വാസ് ഇൻജേർഡ്, ഹു ഈസ് ഇന്ത്യാസ് നമ്പർ 1 ബോളർ, പുള്ളിക്കാരൻ ആ ഒരു ഗ്രൗണ്ടിൻ്റെ അറ്റത്ത്, അതായത് പിച്ചിൻ്റെ ഏറ്റവും അവസാനം അങ്ങ് പുള്ളി വെയിറ്റ് ചെയ്യായിരുന്നു. രണ്ടുപേരും വന്നപ്പോൾ ദേ ജസ്റ്റ് ഹഗ്ഡ് ഈച്ച് അതർ ബിക്കോസ് ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് എനർജി ദാറ്റ് ദ ബോണ്ട് ദാറ്റ് ദേ ഷെയർ. മാജിക്കൽ മൊമെൻറ്റ്, വൺ ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് ദിസ് എൻറ്റയർ സീരീസ്. തിരിച്ച് ബാറ്റ് ചെയ്യാൻ ടീം ഇന്ത്യ വരുന്നു. ഒരു രക്ഷയില്ല, ആരും പ്രതീക്ഷിച്ചില്ല 328 റൺസ്, അതും ലാസ്റ്റ് ഡേ പിച്ചിൽ നമുക്ക് ചേസ് ചെയ്യാൻ പറ്റുമെന്ന്. രോഹിത് ശർമ്മ എന്ന നമ്മുടെ അറ്റാക്കിംഗ് കരിസ്മാറ്റിക് എക്സ്പീരിയൻസ് പ്ലെയർ ആദ്യമേ പോയി. യങ്സ്റ്റർ ശുഭ്മൻ ഗിൽ 91 റൺസ്, അതും അവസാനമൊക്കെ ശുഭ്മൻ ഗില്ല് അടിക്കുന്ന ഒരു അടിയുണ്ടല്ലോ, പാറ്റ് കമ്മിൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഒരു പേടിയുമില്ലാതെ കളിക്കുന്ന ആ ഒരു ഫിയർലെസ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് നമുക്കൊരു സൈഡിൽ കാണാൻ പറ്റി. പക്ഷേ അതേസമയം ഗില്ല് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ ചേതേശ്വർ പുജാരേനെ ബോഡി ലൈൻ ബൗളിങ്ങിൽ ഓസ്ട്രേലിയയുടെ എല്ലാ ബോളർമാരും ഇടയ്ക്കൊരു സമയത്ത് അവർ റിപ്പീറ്റ് കാണിച്ചിട്ട് 10ഓളം ബോളുകൾ പുജാരയുടെ ദേഹത്ത് കൊണ്ടു. ഒന്ന് ആലോചിച്ചു നോക്കുക, അത്രയും ഫാസ്റ്റ് ബൗൺസിങ് ബോൾസ് ദേഹത്ത് ഇവിടെയൊക്കെ വന്ന് കൊള്ളുമ്പോൾ അത് തടയാൻ ബാറ്റോ ഗ്ലൗവോ കൊണ്ടുവരുന്നെങ്കിൽ എഡ്ജ് എടുത്ത് പുള്ളിക്കാൻ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഹി വാസ് ആക്ച്വലി ടേക്കിംഗ് ഓൾ ദോസ് ബ്ലോസ്. എന്താ പറയുക, രാജ്യത്തിന് വേണ്ടി അത് മുഴുവൻ ദേഹത്ത് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുന്നത് പോലെ കൊണ്ടു ചേതേശ്വർ പുജാരയുടെ ഇന്നിങ്സ്. എത്ര പറഞ്ഞാലും പറയാതില്ല. ഈ റൺസ് സ്കോർ ചെയ്ത് താരങ്ങളായവരുണ്ടെങ്കിലും എല്ലാവരും മറക്കാതെ കൈയടിക്കുന്ന ഒരു താരമാണ് ചേതേശ്വർ പുജാര. പുള്ളിക്കാരൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആലോചിച്ച് നോക്കുക, വി ആർ ടോക്കിംഗ് അബൌട്ട് പുജാര ഹു ഓൾവേസ് സ്റ്റേസ് ആൻഡ് ബാറ്റ്സ് സ്ലോ. പുള്ളിക്കാരൻ്റെ ഏറ്റവും സ്ലോവസ്റ്റ് 50 ആണ്. സാധാരണ എല്ലാവരും പറയും റെക്കോർഡ് തിരുത്തണം, ഫാസ്റ്റർ സെഞ്ചുറി അടിക്കണം, ഫാസ്റ്റർ ഹാഫ് സെഞ്ചുറി അടിക്കണം. പുജാര ഹാസ് എ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്. പുള്ളിക്കാരൻ്റെ ഏറ്റവും സ്ലോവസ്റ്റ് 50 ആയിരുന്നു. മൊത്തം 211 ബോളുകൾ കളിച്ചിട്ടാണ് പുജാരയുടെ 56 റൺസ് വരുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് മാജിക്കൽ നോക്ക്, വൺ ബ്രില്യൻ നോക്ക് ഫ്രം ദി അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന പുജാര. ബട്ട് അവിടെ നിന്ന് വീണ്ടും ഗെയിം മാറ്റിയത്, വീണ്ടും ഒരു ഫിയർലെസ് IPL നമുക്ക് നൽകിയ ഒരു പ്ലെയർ എന്ന് പറയാം. ഋഷഭ് പന്ത് എന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഈ ഒരു നോക്കിന് ശേഷം ലോകത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ ഇതിൽ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 13ാം സ്ഥാനത്തും 1ാം സ്ഥാനത്ത്, അതായത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരിൽ വേൾഡ്സ് നമ്പർ 1 പ്ലെയറായി മാറിയിരിക്കുകയാണ് ഋഷഭ് പന്തിൻ്റെ 89 റൺസ് കമ്മിങ് ഇൻ ഗുഡ് ഫാഷൻ, ഗുഡ് പേസ് ആൻഡ് ദാറ്റ് അറ്റാക്കിംഗ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ്. ഓസ്ട്രേലിയൻസിൻ്റെ ഒരു പരിധിയിലുള്ള ടെക്നിക്സും എല്ലാം തച്ചുടച്ചുകൊണ്ട് പന്തിൻ്റെ ആ മാജിക്കൽ മാച്ച് വിന്നിങ് റൺസ് ഒരു 4 കൂടി വരുന്നു. വെൽ യു കാൻ ആസ്ക് ഫോർ മോർ. അങ്ങനെ ഒരു ചരിത്ര വിജയം ഈ എല്ലാ കളിക്കാരുടെയും ഒരു കൂട്ട പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ടീം ഇന്ത്യക്ക് കിട്ടുന്നു. മാജിക്കൽ മൊമെൻറ്റ് വിച്ച് വി വിൽ നെവർ ഫോർഗെറ്റ്.
ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഏത് ഫോർമാറ്റിൽ കളിക്കുമെന്നുള്ളതിനെ പറ്റി ഒരുപാട് ചർച്ച നടന്നു. കാരണം ജസ്റ്റ് ഒന്നോ രണ്ടോ ടീമുകളല്ല, നമുക്ക് അത്രയും നമ്പർ ഓഫ് ടീംസ് ഉണ്ട്. ഇവൻച്വലി രഞ്ജി ട്രോഫി തൽക്കാലം ഹോൾഡ് ചെയ്തു, അല്ലെങ്കിൽ വൺ ഡേ ഫോർമാറ്റും തൽക്കാലം ഹോൾഡ് ചെയ്തു. 2020 കാരണം 2020 വേൾഡ് കപ്പ് നടക്കുന്നതിന് IPL ഒരു മിനി ലേലം വരുന്നുണ്ട്. അങ്ങനെ ടീമുകളെ പല ഗ്രൂപ്പുകളാക്കി. എലീറ്റ് ഗ്രൂപ്പ് 5 എണ്ണം, അത് കൂടാതെ ഒരു പ്ലേറ്റ് ഗ്രൂപ്പ്. സോ കേരളം അതിൽ 5ാമത്തെ ഗ്രൂപ്പ് ഇയിലായിരുന്നു. ശക്തരായിട്ടുള്ള ഡൽഹി ആൻഡ് മുംബൈ പോലത്തെ ടീംസിന്. പക്ഷേ ആരും എക്സ്പെക്റ്റ് ചെയ്യാതെ ചില ബ്രില്യൻ പെർഫോമൻസുകളോടുകൂടി ഡൽഹി, മുംബൈ തുടങ്ങിയുള്ള ശക്തരായിട്ടുള്ള ടീമുകൾ തോൽപ്പിച്ച് ആദ്യത്തെ 3 കളിയും കേരളം ജയിച്ചു. അൺഫോർച്യുനേറ്റ്ലി അവസാനത്തെ 2 കളി നമുക്ക് തോൽവി അറിയേണ്ടി വന്നു. അതിലും ലാസ്റ്റ് ഗെയിം ഹരിയാനയോട് കൂടെ തോൽവി. ഹരിയാനയാണ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തത്. ബൈ ദ വേ, ഹരിയാന 5 കളിയും ജയിച്ചു. പക്ഷേ ഹരിയാനയുടെ കൂടെ വെറും 4 റൺസിനാണ് നമ്മൾ തോറ്റത്. അതല്ല നമുക്ക് പ്രശ്നമായത്. കാരണം സെക്കൻഡ് പ്ലേസിൽ അത്രയും നല്ല റൺ റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വി കുഡ് ഹാവ് ആക്ച്വലി ഗോൺ ത്രൂ. പ്രോബ്ലം പറ്റിയെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പത്തെ കളി, നമ്മുടെ 4ാമത്തെ കളിയിൽ ആന്ധ്ര എന്ന കമ്പാരിറ്റീവ്ലി അത്രയും നല്ല ഫോമിലല്ലാത്തൊരു ടീമുമായിട്ട് ഏറ്റ ഒരു വലിയ പരാജയമാണ്. അതാണ് ഓരോ കളിയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്, ഡൊമസ്റ്റിക് ആണെങ്കിൽ പോലും. പക്ഷേ കേരളത്തിൻ്റെ പെർഫോമൻസിൽ ചില മുഹമ്മദ് അസ്റുദ്ദീൻ്റെ ഇന്നിങ്സ് ഉൾപ്പെടെയുള്ള ചില മാജിക്കൽ മൊമെൻറ്റ്സ് നമുക്ക് ഓർക്കാനായിട്ടുണ്ട്. നൗ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഗെയിമിൽ ക്യാപ്റ്റൻ ആയതിന് ശേഷമാണ് സഞ്ജു സാംസൻ്റെ IPL ക്യാപ്റ്റനാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു വർത്തമാനം കൂടി വരുന്നത്. ഐ തിങ്ക് ഹി വിൽ ഗെറ്റ് ടു ലേൺ എ ലോട്ട്. കാരണം കുമാർ സംഗക്കാര എന്ന ശ്രീലങ്കൻ ലെജൻഡിനെ കൂടെ ടീം ഡയറക്ടറായിട്ട് വെച്ചിട്ടുണ്ട്. ഹി ഈസ് എ ഫോമർ ക്യാപ്റ്റൻ, ഹി ഈസ് എ വിക്കറ്റ് കീപ്പർ ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രെയിൻസ് ഇൻ ദ വേൾഡ് ഓഫ് ക്രിക്കറ്റ്. ഒരുപാട് കാര്യങ്ങൾ സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്ററിന് ആസ് എ ക്യാപ്റ്റൻ ആൻഡ് എ പ്ലെയർ ആൻഡ് എ ബാറ്റ്സ്മാൻ പഠിക്കാൻ കിട്ടും. ഓൾ ദ വെരി ബെസ്റ്റ്. ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിന്ന് നമ്മൾ ഡൊമസ്റ്റിക് ഫുട്ബോളിൻ്റെ വർത്തമാനത്തിലേക്ക് വരെയാണ്. ISL കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഒരു അത്രയും ഹാപ്പി അല്ലാത്തൊരു സ്റ്റാർട്ടാണ് കിട്ടിയത്. ബട്ട് പതുക്കെ നമ്മൾ പല കളികളും ജയിച്ചു വരുന്നു, നല്ല ഫോമിലേക്ക് ഉയരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ പ്രോപ്പർ കൊറോണ വൈറസിൻ്റെ വർത്തമാനം അല്ലാതെ കളി സ്റ്റേഡിയത്ത് നിറച്ച് കാണികൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കാണികൾ ഒച്ചയുണ്ടാക്കുന്നത് 2 ഗ്രൗണ്ടുകളിലാണ്. ഒന്ന് ബംഗളൂരു FC ഹോം മാച്ചിലും ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ചും. ആൻഡ് ഇവർ തമ്മിൽ വരുമ്പോൾ ഈ കാണികൾ പോലും അവരുടെ സപ്പോർട്ട് ഫാൻസിൻ്റെ ഗ്രൂപ്പ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു മത്സരം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ ആ ഒരു ക്രൗഡിൻ്റെ ആരവം ഇല്ലാതെയായിരുന്നു ബംഗളൂരു FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നടന്നത്. ടൈറ്റ് മാച്ച്, കുറേ കോൺട്രവേഴ്ഷ്യൽ ഗോൾസ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പക്ഷേ ഗെയിമിൻ്റെ ഏറ്റവും ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കളി ഇഞ്ചുറി ടൈമിലേക്ക് പോകുന്നു. അതിൻ്റെ 4ാമത്തെ മിനിറ്റിൽ മലയാളി താരം രാഹുൽ KP ഒരു ഗോളിൽ 2-1 എന്ന സ്കോറിന് ബംഗളൂരു FCയെ തോൽപ്പിക്കുന്നു. ബംഗളൂരുവിൻ്റെ മോശം സീസൺ കണ്ടിന്യൂസ്. ബട്ട് കേരളത്തിന് പതുക്കെ ഒരു പ്രതീക്ഷയുടെ കിരണം ദൂരെ നിന്ന് കാണാമെന്ന് പറയുന്ന പോലെ നമ്മൾ റിസൾട്ടുകൾ പോസിറ്റീവായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കണ്ടു തുടങ്ങുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആൻഡ് കേരളത്തിൻ്റെ അടുത്ത ഗെയിം ഇന്നിപ്പോൾ ശനിയാഴ്ച 7:30 FC ഗോവയ്ക്ക് എഗൻസ്റ്റ് ആണ്. FC ഗോവ ഇസ് ഇൻ എ ഗുഡ് ഫോം. ബട്ട് അഗെയിൻ കഴിഞ്ഞ ഗെയിമിൽ നിന്ന് ജയിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഈ ആഴ്ച നമ്മൾ ക്രിക്കറ്റ് കണ്ടപ്പോൾ കിട്ടിയ ത്രില്ല് പോലെ തന്നെ ത്രില്ലിംഗ് ആയിട്ട് വേറൊരു വർത്തമാനം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ ലീഗ് എന്ന് പറയുന്നത് അവരുടെ മിഡ് വേ പോയിന്റ്, ഈ സീസണിൻ്റെ പകുതി പോയിന്റിലേക്ക് എത്തി നിൽക്കുകയാണ്. ലെസ്റ്റർ സിറ്റി, ചെൽസി 2 ഹെവി വെയ്റ്റ്സിൻ്റെ മത്സരമാണ്. മേ ബി ചെൽസി കുറച്ചും കൂടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ടീമാണ്. ബട്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ലെസ്റ്റർ ഹാസ് ബീൻ ഓൺ ടോപ്പ് ഫോം. ഈ സീസൺ ഇൻ പെർട്ടിക്കുലർ ലെസ്റ്ററിന് ചെൽസിയെ തോൽപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടെങ്കിലും അവർക്ക് ടേബിൾ ടോപ്പിലെത്താം. അതായത് 1ാം സ്ഥാനത്ത് ലെസ്റ്ററിന് എത്താൻ പറ്റും. പക്ഷേ എല്ലാവരും പറഞ്ഞു ചെൽസി ഈസ് എ വെരി ഗുഡ് സൈഡ്, ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. ചെൽസിയെ ലെസ്റ്റർ സിറ്റി അങ്ങനെ 2-0 തോൽപ്പിക്കുന്നു. അവർ പോയിന്റ്സ് ടേബിളിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുന്നു. ആ ഗെയിമിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജെയ്മി വാർഡി എന്ന് പറയുന്ന അവരുടെ പ്രൊളിഫിക് സ്കോറർ സ്ട്രൈക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു. ചെൽസി അത്യാവശ്യം അവരുടെ ടാക്ടിക്സ് ഒക്കെ റെഡിയാക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഗംഭീര ഗെയിം കണ്ടത് അവരുടെ നമ്പർ 10 മാഡിസൻ്റെ കയ്യിൽ നിന്നാണ്. ആൻഡ് സെക്കൻഡ് ഗോൾ ഓഫ് ദ മാച്ച്, മാഡിസൻ്റെ ഗോൾ കാണാൻ തന്നെ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. മാത്രമല്ല ചെൽസി കീപ്പർ മെൻഡി കുറച്ച് അസാധ്യ സേവുകൾ ആ ഗെയിമിൽ വരുത്തി. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ലെസ്റ്റർ 4-0 ഏറ്റവും കുറഞ്ഞത് ആ ഗെയിം ജയിക്കേണ്ടതായിരുന്നു. വി സോ സം ബ്രില്യൻ സേവ്സ് ഫ്രം ദ ചെൽസി കീപ്പർ. അപ്പോൾ അതോടുകൂടി ലെസ്റ്റർ ടേബിൾ ടോപ്പിലെത്തി. അടുത്തത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഊഴമാണ്. അവർക്കും ജയിച്ചാൽ ലെസ്റ്ററിൻ്റെ മുകളിലെത്താമെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ദേ വർ പ്ലേയിങ് ആസ്റ്റൺ വില്ലയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി വേവ് ആഫ്റ്റർ വേവ് അവരെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ വളരെ പ്രൊലിഫിക് ആയിട്ടുള്ളൊരു പ്ലെയർ ഉണ്ട്,
ഗുണ്ടഗോൺ നല്ല ഫോമിലാണ്, ജർമ്മനാണ്. അതുകൊണ്ട് ഒരു പെനാൽറ്റിയുടെ ഒരു അവസരം കിട്ടിയപ്പോൾ ഗുണ്ടഗോണിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു ഹി വാസ് ആക്ച്വലി ഹാവിങ് ദ ക്യാപ്റ്റൻസ് ആം ബാൻഡ് ആസ് വെൽ. ആ ഒരു മൊമെൻറ്റിൽ പുള്ളിക്കാരൻ ആ പെനാൽറ്റി സ്കോർ ചെയ്യുന്നു, 2-0 സ്കോർ എത്തിക്കുന്നു. പക്ഷേ ആദ്യത്തെ ഗോൾ ദാറ്റ് ഈസ് വാട്ട് ഐ ലൈക്ക്. കാരണം എങ്ങനെയൊക്കെ മാഞ്ചസ്റ്റർ സിറ്റി അറ്റാക്ക് ചെയ്തിട്ടും ഗോള് വഴങ്ങാതെ ആസ്റ്റൺ വില്ലയുടെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുമ്പോൾ ആ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ ബെർണാഡോ സിൽവയുടെ ഒരു എക്സലൻറ്റ് സ്ട്രൈക്ക് വേണ്ടി വന്നു. ആരും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഒരു സമയത്ത് ആ ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഓടിപ്പോകുന്നത് എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ വന്ന ഇമേജ് എന്ന് പറയുന്നത് ആ ബെർണാഡോ സിൽവയുടെ ഗോൾ സെലിബ്രേഷൻ ആയിരുന്നു. ദാറ്റ് വാസ് എ ബ്രില്യൻ ഗോൾ ആൻഡ് എ ബ്രില്യൻ മൊമെൻറ്റ് ഫോർ ഫുട്ബോളേഴ്സ് ടു എൻജോയ്. അങ്ങനെ 2-0 മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ച് അവർ പ്രീമിയർ ലീഗിൻ്റെ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു. എത്ര നേരത്തേക്ക്? മണിക്കൂറുകൾക്ക് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫുൾഹാമും തമ്മിലുള്ള മത്സരമുണ്ട്. പക്ഷേ ഫുൾഹാമിൻ്റെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. പക്ഷേ ഈ വർഷത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വന്തം ഗ്രൗണ്ടിൽ അവർ കളി തോറ്റാലും സമനിലയായാലും അവർ ഓൺ ദ റോഡ് ദേവർ റെക്കോർഡ് ഈസ് എക്സലൻറ്റ്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കും എന്നുള്ള ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആദ്യം ഒരു ഗോളിന് യുണൈറ്റഡ് പുറകിൽ പോകുന്നു. ഫുള്ളമാണ് ഫസ്റ്റ് സ്കോർ ചെയ്തത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വെറുതെയല്ല കംബാക്ക് കിങ്സ് എന്ന് വിളിക്കുന്നത്. സോ ദേ കെയിം ബാക്ക് വെൽ ആസ് എക്സ്പെക്റ്റഡ്. ആൻഡ് അതിലും പോൾ പോഗ്ബയുടെ ഒരു സ്ട്രൈക്ക് ഉണ്ട്. ദാറ്റ് വാസ് എ സ്റ്റണ്ണർ. ഔട്ട്സൈഡ് ദ ബോക്സ് പോൾ പോഗ്ബ എടുത്ത് അടിച്ച ഒരു ഗോളുണ്ടല്ലോ, ശരിക്കും അവരുടെ ഫുള്ളമിൻ്റെ ആ ഒരു കോൺഫിഡൻസ് മുഴുവൻ തകർക്കുന്ന ഒരു ഗോളായിരുന്നു. യുണൈറ്റഡ് ആക്ച്വലി ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻ്റർ വിൻഡോ തീരുന്നതിന് മുമ്പ് ദേ നീഡ് എ പ്രൊലിഫിക് സ്ട്രൈക്കർ. അവർക്ക് എഡിൻസൺ കവാനിയെ കിട്ടിയിട്ടുണ്ട്. കവാനിയാണ് ഇതിൽ 2ാമത്തെ ഗോൾ അടിച്ചത്. പക്ഷേ എന്നാൽ പോലും ദേ വുഡ് നീഡ് സമൺ ലൈക്ക് എ പോച്ചർ. അതായത് ഒരു ചെറിയ ചാൻസ് കിട്ടിയാൽ തന്നെ ഗോൾ. അവർക്ക് ടാലൻറ്റഡ് പ്ലെയേഴ്സ് ഉണ്ട്, അവരുടെ കൺസിസ്റ്റൻസി ഈസ് എൻ ഇഷ്യൂ. കാരണം യുണൈറ്റഡ് ഇഫ് ദേ ഹാവ് ടു വിൻ ദിസ് ദേ വിൽ നീഡ് എൻ എക്സലൻറ്റ് സ്ട്രൈക്കർ ഇൻ ടോപ്പ് ഫോം. സോ യു ഡോണ്ട് നോ ഇപ്പോൾ കിട്ടുന്ന മാർക്കസ് റാഷ്ഫോർഡോ അല്ലെങ്കിൽ ആൻ്റണി മാർഷ്യാലോ മതിയാവോ എന്നറിയില്ല. ബട്ട് ഐ വുഡ് സേ ദേ നീഡ് എ സൂപ്പർ സ്ട്രൈക്കർ ആ ഒരു പൊസിഷൻ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ലുക്കിംഗ് ഫോർ വൺ ബിക്കോസ് ഐ തിങ്ക് ദേ ഹാവ് കവാനി. വെൽ വിൽ ഫൈൻഡ് ഔട്ട്. പക്ഷേ യുണൈറ്റഡ് 2-1 ഫുള്ളമിനെ തോൽപ്പിച്ച് അവരാണ് പിന്നെ പോയിന്റ്സ് ടേബിൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു ഗെയിം കഴിയുമ്പോൾ ടേബിൾ ഇങ്ങനെ മാറി മറിയുന്ന രീതിയിൽ ടോപ്പ് 4ൽ ആര് ഫൈനലിലാവുമ്പോൾ, അതായത് ചാമ്പ്യൻസ് ലീഗിലേക്ക് ആരൊക്കെ കടക്കുമെന്ന് പറയുന്നത് ടോപ്പ് 4 റേറ്റിംഗ് ആണ്. അത് ആരാകാമെന്നുള്ളത് ഈ മിഡ് സ്റ്റേജിൽ ഒരു ക്ലൂവും കിട്ടാത്ത രീതിയിൽ അത്രയും ടൈറ്റാണ് ഈ സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. ഇത്തവണ യൂറോപ്പിൽ പല സ്ഥലങ്ങളിലായിട്ട് അവരുടെ സൂപ്പർ കപ്പ് എന്നൊരു ടൂർണമെൻറ്റിൻ്റെ ഫൈനൽസ് കൂടി നടന്നിട്ടുണ്ട്. സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെയും ഇറ്റാലിയൻ സൂപ്പർ കപ്പിൻ്റെയും വർത്തമാനമുണ്ട്. നമുക്ക് ആദ്യം ഇറ്റലിയിൽ വെച്ച് നടന്ന സൂപ്പർ കോപ്പ ഇറ്റാലിയനെ പറ്റി സംസാരിക്കാം. യുവൻറ്റസ് ആണ് അവരുടെ എത്രയോ നാളായിട്ട് ഈ ഒരു ഡെക്കേഡ് മുഴുവൻ ഡോമിനേറ്റ് ചെയ്തത് അവരുടെ മെയിൻ ലീഗ് സെറിയ ചാമ്പ്യന്മാരായിട്ടെന്ന് പറയാം, സ്കുഡോട്ടോ ജയിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് നാപ്പോളി ഹാസ് ബീൻ അവരുടെ ഏറ്റവും വലിയ വൈരാഗികളിൽ ഒരാൾ. നാപ്പോളി വേഴ്സസ് യുവൻറ്റസ് 2 ഗോളുകൾ വന്നു. രണ്ടും യുവൻറ്റസിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സിൽ നിന്ന് വന്നതാണ്. ദ ഫസ്റ്റ് ഗോൾ കമ്മിങ് ഫ്രം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ പറയുന്ന ഒരുപാട് ചാൻസസ് വന്നെങ്കിലും ആർക്കും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. നാപ്പോളി നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. ബട്ട് കിട്ടിയ ഒരു ചെറിയ ചാൻസിൽ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലെ ഒരു പ്ലെയറിന് ആ ഒരു ബോക്സിൻ്റെ അകത്ത് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഹീ മേക്സ് കംപ്ലീറ്റ് യൂസ് ഓഫ് ദാറ്റ്. ആ ഒരു ഗോളിൽ അവർ ജയിച്ചു, ഓൾമോസ്റ്റ് ജയിച്ചു. ആ ജയത്തിൻ്റെ വക്കെത്തി ട്രോഫി കയ്യിലേക്ക് പിടിക്കുന്നതിന് മുൻപായിട്ട് ഒരു കൗണ്ടർ അറ്റാക്കും കൂടെ കിട്ടുന്നു. ആ കൗണ്ടർ അറ്റാക്കിൽ അൽവാരോ മൊറാട്ടോ ഇഞ്ചുറി ടൈമിൽ അടിച്ച ഗോളോടുകൂടി 2-0 ഒരു കുഷനോടുകൂടി നാപ്പോലിയെ തോപ്പിച്ച് സ്കോർ ബോർഡ് ലുക്സ് ഈസിയർ. അങ്ങനെയാണ് ഇത്തവണ വീണ്ടും ഇറ്റാലിയൻ സെറിയയിൽ ചാമ്പ്യന്മാരായിട്ടുള്ള യുവൻറ്റസ് സൂപ്പർ കപ്പ് നേടിയത്. ആ ഒരു സൂപ്പർ കപ്പ് മേ ബി ലീഗിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന യുവൻറ്റസിന് പുതു എനർജി നൽകിയിട്ട് അവർ മുകളിലേക്ക് സെറിയ ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അവകാശപ്പെടുന്നത്. ആൻഡ് ബൈ ദ ഫോം ദേ ആർ ഷോയിങ് nobody would bet against them. Now let's come to the Spain and Spanish Super Cup. Well, ബാഴ്സലോണ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും കൂടുതൽ ആരാധകർ ജസ്റ്റ് സ്പെയിനിൽ മാത്രമല്ല ലോകമെമ്പാടും മേ ബി ബിക്കോസ് ഓഫ് ദ ലയണൽ മെസ്സി ഫാക്ടർ. അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കുന്ന താരതമ്യേന അത്രയും വലിയ ആരാധകരോ അല്ലെങ്കിൽ പ്രോവേഴ്സോ കപ്പാസിറ്റിയോ ഒന്നുമില്ലാത്ത അത്ലറ്റിക് ബിൽബാവോ. ദേ ആർ എ ഗുഡ് സൈഡ് ബട്ട് യു ആർ പ്ലേയിങ് എഗെയിൻസ്റ്റ് ബാഴ്സലോണ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കളി വളരെ ടൈറ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണ ജയിച്ചു എന്ന് വിചാരിച്ചു. 90ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചാണ് അവർ സമനിലയാക്കുന്നത്. ഗെയിം എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു.
എക്സ്ട്രാ ടൈം ഓവർ ടൈമിലേക്ക് വരുമ്പോൾ ആ ഓവർ ടൈമിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഗോളും കൂടെ അത്ലറ്റിക് ബിൽബാവോ അടിക്കുന്നു. പിന്നീട് കളി ഫുട്ബോളാണോ അതോ കുറച്ചൊന്ന് ഈ പറയുന്ന പോലെ എന്താ പറയുക തല്ലും ബഹളവും വളരെ ബാഡ് എനർജിയിൽ കളിച്ചൊരു ഗെയിമായി. ആലോചിച്ച് നോക്കുക, ഗെയിമിൻ്റെ ഓവർ ടൈമിൻ്റെ ലാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും 120 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗെയിം ജസ്റ്റ് ഇഞ്ചുറി ടൈമിലേക്ക് പോയപ്പോൾ ആദ്യമായിട്ട് ആലോചിച്ച് നോക്കുക, ലയണൽ മെസ്സി തൻ്റെ ജീവിതം മുഴുവൻ കളിച്ചത് ബാഴ്സലോണയ്ക്കാണ്. ഇത്രയും വർഷം കളിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു റെഡ് കാർഡ് ബാഴ്സലോണ ജേഴ്സി അണിഞ്ഞിട്ട് ലയണൽ മെസ്സിക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ടൈം ആസ് എ ബാഴ്സലോണ പ്ലെയർ ലയണൽ മെസ്സിക്ക് കിട്ടുന്ന റെഡ് കാർഡോട് കൂടി ആണ് ആ ഗെയിം എൻഡ് ചെയ്യുന്നത്. ബട്ട് എന്തായാലും ബാഴ്സലോണയെ 2-3 എന്ന സ്കോറിന് തോൽപ്പിച്ച് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ആണ് ഈ വർഷത്തെ സൂപ്പർ കപ്പ് വിന്നേഴ്സ് ഫ്രം സ്പെയിൻ. നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു ബ്രില്യൻ ഹിസ്റ്റോറിക് ടെസ്റ്റ് സീരീസ് ഫ്രം ഓസ്ട്രേലിയ, പ്രീമിയർ ലീഗിലെ മാസ്മരിക ടൈറ്റിൽ റേസ്, പിന്നെ 2 സൂപ്പർ കപ്പിൻ്റെ ഫൈനൽസ് ഫ്രം ഇറ്റലി ആൻഡ് സ്പെയിൻ ആൻഡ് ISL തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ഉറ്റുനോക്കാനുള്ളത് എന്താണ്? ഒന്ന്, ടീം ഇന്ത്യയുടെ ക്രിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അടുത്ത സീരീസിനുള്ള ടെസ്റ്റ് സൈഡ് 2 ടെസ്റ്റ് മത്സരത്തിനുള്ള ടീമിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആദ്യ 2 ടെസ്റ്റ് മത്സരം ഇംഗ്ലണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെന്നൈയിലാണ് നടക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ടാണ് പല സ്റ്റേഡിയത്തിലല്ല, 2 മത്സരങ്ങൾ ചെന്നൈയിൽ. അതിനുശേഷമുള്ള 2 ടെസ്റ്റ് മത്സരങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഗ്രൗണ്ട് മൊട്ടേര എന്ന് പറയുന്ന റീവാമ്പ് ചെയ്ത അഹമ്മദാബാദിലെ ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുക. ഓക്കെ, ഇംഗ്ലണ്ട് ടീം ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് അഗേൻസ്റ്റ് ശ്രീലങ്കയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രം ദെയർ അവർ ഫുൾ സ്ട്രെങ്ത് ആയിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് കളിക്കാനായിട്ട് വരിക. ആ 4 മത്സരങ്ങളും ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ്ങിൽ എത്താനും പറ്റും എന്നൊരു സൈഡ് നോട്ട് കൂടി ആ ഒരു സീരീസിൻ്റെ പ്രത്യേകതയുണ്ട്. അതുൾപ്പെടെ ക്രിക്കറ്റ് മാത്രമല്ല, ഫുട്ബോൾ ആൻഡ് ബാസ്കറ്റ് ഒരുപാട് സ്പോർട്ടിംഗ് വിശേഷങ്ങൾ വരുന്നുണ്ട്. എല്ലാ ഹൈലൈറ്റ്സും അനാലിസിസും നമ്മൾ നെക്സ്റ്റ് വീക്ക് സെയിം ടൈം സെയിം പ്ലേസ് വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. So until we meet again, this is RJ Vishnu signing off. Peace over and out.